മാഡം, ഇന്ന് കഥ പറയാൻ രണ്ടുപേര് വരുന്നുണ്ട്. അവരിപ്പോ എത്തും. ഏതവന്മാരാടാ വരുന്നേ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ മുത്തശ്ശി. ഇൻഡസ്ട്രിയിലെ വമ്പൻ എഴുത്തുകാരാ. സുനിൽ പി ആൻഡ് അനിൽ പി. എന്തൊന്നു പി? നമുക്ക് മുന്നിൽ നിന്ന് കാണാതായ തന്റെ അമ്മ തിരിച്ചു വരും. എടാ, ശ്യാമയുടെ കാര്യത്തില് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടോ? അന്വേഷണത്തിൽ ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. കായൽക്കരയിൽ വെച്ച് അപകടം എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അടിയൊഴുക്കിൽ കായലിലേക്ക് പോയിരിക്കാം എന്നാണ് നിഗമനം. എന്താണെന്നറിയില്ല. വരുണിനെ ഒന്നും അറിയിക്കണ്ട. നമ്മുടെ പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമാണ്. കണിമംഗലം ഗ്രൂപ്പ് തകരാൻ പോകുന്നു എന്നൊരു ചർച്ച സ്റ്റാഫിന്റെ ഇടയിൽ പോലും വന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള ഈ വരിഞ്ഞു മുറുക്കലുകൾ മറികടക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാവും. നമ്മുടെ വീടോ വസ്തുക്കളോ പോലും മറിച്ചു വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബാങ്ക് നടപടികൾ ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാവാം. അച്ഛാ, കാര്യങ്ങളെല്ലാം എനിക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. ഇനി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് കവർ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം അച്ഛൻ കാണുന്നുണ്ടോ? നമുക്കിവിടെ 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എൻ്റെ പ്രതീക്ഷ അവിടെ നിന്ന് ചില സഹായങ്ങൾ കിട്ടുമെന്നാണ്. തൽക്കാലം ഈ അന്വേഷണങ്ങളും രാധികയെ സമാധാനിപ്പിക്കലുമായിട്ട് വരുൺ ഇവിടെ വേണം. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. അച്ഛൻ പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും ഇത് കവർ ചെയ്തല്ലേ പറ്റൂ. സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തെന്നിമാറുമ്പോൾ മനസ്സിന് നിയന്ത്രണം കിട്ടില്ല. ഞാനിപ്പോൾ ഏതാണ്ട് ആ അവസ്ഥയിലാ. വീണു പോകുന്നതിന് മുമ്പ് ഒരു പരിശ്രമം കൂടി, അത്രേ അവശേഷിക്കുന്നുള്ളൂ. സൂര്യ, എന്തു വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. മുത്തശ്ശി പ്രൊഡ്യൂസറുടെ ചെയറിലിരിക്കുമ്പോ ഒരു ഗൗരവമൊക്കെ ഉണ്ട് കേട്ടോ. എടി മോളെ, ഞാൻ ഇതൊക്കെ ഒന്ന് ശീലിച്ചോട്ടെ. പിന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഒരു പ്രൊഡ്യൂസർ എങ്ങനെയായിരിക്കണമെന്ന്. മാഡം, ഇന്ന് കഥ പറയാൻ രണ്ടുപേര് വരുന്നുണ്ട്. അവരിപ്പോ എത്തും. ഏതവന്മാരാടാ വരുന്നേ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ മുത്തശ്ശി. ഇൻഡസ്ട്രിയിലെ വമ്പൻ എഴുത്തുകാരാ. സുനിൽ പി ആൻഡ് അനിൽ പി. എന്തൊന്നു പി? മുത്തശ്ശി, ഇന്ന് ഇൻഡസ്ട്രിയിൽ വെച്ച് ഏറ്റവും നല്ല എഴുത്തുകാരെടുത്ത അക്കൂട്ടത്തിൽ പെടുന്നവരാ. സാധാരണ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഇവരെയാ പലയിടത്തും ശുപാർശ ചെയ്യുന്നത്. അവന്മാരെ കൈ കിട്ടിയ നമ്മുടെ ഭാഗ്യമാണ്. ഞാൻ നമ്മുടെ ഡയറക്ടർ രവീന്ദ്രനാഥ് വഴിയാ അവരെ കോണ്ടാക്ട് ചെയ്തത്. അവര് വന്ന് പറയുന്ന കഥ ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ അഡ്വാൻസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യണം. പിന്നെ അവരെ എഴുതാൻ വിടാം. എങ്ങോട്ട് വിടാൻ? അത് അവർക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് അവർ എഴുതിക്കോളും.
ആ അതൊന്നും ശരിയാവില്ല. എടാ, നമ്മുടെ കാശ് വാങ്ങി എഴുതാനാ വന്നതെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ കാങ്ക ഇരുന്ന് എഴുതണം. അതങ്ങനെയല്ല മുത്തശ്ശി. എഴുത്തുകാർക്ക് അവരുടെ പ്രൈവസി കൊടുക്കണം. എന്നാലേ നല്ല സൃഷ്ടികൾ ഉണ്ടാവൂ. എന്താണെന്ന് വെച്ചാ ചെയ്യാം. ആദ്യവന്മാര് വരട്ടെ. ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. മുത്തശ്ശി ഒന്ന് റെഡി ആയിരുന്നോ? അവരെത്തിയിട്ടുണ്ട്. മുത്തശ്ശി, മണ്ടത്രൊന്നും പറഞ്ഞു കളയല്ലേ. നമ്മുടെ ഗൗരവം നമ്മൾ സൂക്ഷിക്കണം. ഗുഡ് മോർണിംഗ് മാഡം. നമസ്കാരം. ഇരിക്ക്. ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ സുകുമാരി മാഡം. ഇത് പ്രിയങ്ക. പ്രിയങ്ക 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഥ എന്തായി കേക്കട്ടെ. മാഡം കുറച്ച് ഗൗരവക്കാരിയാ. നിങ്ങൾ കഥ പറഞ്ഞോ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയകഥയാണ്. നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടി അതിസമ്പന്നമായ കുടുംബത്തിലെ ഒരു ആൺകുട്ടിയും തമ്മിലുള്ള ഒരു പ്രണയകഥ. ഛേ, ഈ ആണും പെണ്ണും തമ്മിലല്ലാതെ വേറെ ആര് തമ്മിലാ പ്രേമിക്കുന്നേ? ആ പറ. മനു, അയാളാണ് നമ്മുടെ നായകൻ. എടാ, നായകൻ ആരാണെന്ന് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞങ്ങൾ പിന്നെ കാശ് ഇറക്കിട്ട് വെറുതെ ഇരിക്കാനാണോ? മാഡം, കഥയിലെ നായകൻ എന്നാ അവരുദ്ദേശിച്ചേ. ഓ ആ അറിഞ്ഞോ. മനു വിദേശ വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതം അയാൾക്ക് പരിചിതമല്ല. ഒരിക്കൽ അയാൾ ഒരു ഗ്രാമത്തിലേക്ക് പോന്നു. അവിടെ വെച്ച് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ അയാൾ പരിചയപ്പെട്ടു. ശ്വേത, അതാണ് നമ്മളുടെ നായിക. അവൾ നന്നായി പാടും. ഗ്രാമത്തിലെ എല്ലാ ആക്ടിവിറ്റീസിലും അവൾ സജീവമാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ തമ്മിൽ ഒരു ഉടക്ക് സംഭവിക്കുന്നു. രണ്ടുപേരും വലിയ സംഘർഷത്തിലാണ് പിരിയുന്നത്. പക്ഷേ പതുക്കെ പതുക്കെ പല സാഹചര്യങ്ങളിലും അവർ കണ്ടുമുട്ടുകയും അവർ പ്രണയബദ്ധരാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഒരു പുതിയ ക്യാരക്ടറിന്റെ എൻട്രി. അവരുടെ പ്രണയബന്ധം ഇല്ലാതാക്കാൻ മറ്റൊരുത്തി എൻട്രി ചെയ്യുന്നു. ഉം. അവൾക്ക് മനുവിനെ സ്വന്തമാക്കണം. ഛേ, എഴുന്നേക്കടാ അവിടുന്ന്.